everyone, welcome back to Salem Learning. SG ആണ് ഇന്ന് ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണത് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്, എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇയർ ഐ പേ എ വിസിറ്റർ. I thought I would go and see how things was with him. On his letters, my brother called his estate Chimborarsky Corner or Himalayski. I arrived at Himalayski in afternoon. എന്ന് പറയുന്ന ഗൂസ്ബറീസിലെ കുറച്ച് ലൈൻസ് ആണ് നമ്മളുടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ അതിലെ വേർബിനെ ഐഡന്റിഫൈ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏത് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിലും നമ്മൾ ഗ്രാമറിലെ വേർബിനെ ഐഡന്റിഫൈ ചെയ്യാൻ, വേർബ് എന്ന് പറയുന്ന ആക്ഷൻ ആണ്, ക്രിയ, പ്രവൃത്തി. അതാണ് ഏറ്റവും എളുപ്പമുള്ളത് അല്ലെ. അതൊന്നാണ് നമ്മൾ സബ്ജക്റ്റിലേക്ക് എത്താനും അതുപോലെ തന്നെ ഒബ്ജക്റ്റിലേക്ക് എത്താനും ഒക്കെ നമുക്ക് എളുപ്പം അതാണ്. പാസീവ് ആണോ ആക്റ്റീവ് ആണോ, റിപ്പോർട്ടഡ് സ്പീച്ച് ആണെങ്കിലും ഇഫ് ക്ലോസ് ആണെങ്കിലും ഒക്കെ നമുക്ക് അതാണ് എളുപ്പം. സോ വേർബ് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും ടെൻസ് ഏതാണ്. ഇപ്പോൾ റാനിൽ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്റ്റ് ടെൻസിന്റെ സൂചന തരുന്ന സെന്റൻസ് വേർബുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ബാക്കി എല്ലാം എന്തിലായിരിക്കും, പാസ്റ്റ് ടെൻസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ക്ലൂ വേർഡ് എനിക്കുണ്ട്. യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ, ടുഡേ എന്നൊക്കെ പറയുന്ന ക്ലൂ വേർഡ്സ് ആണ്. ടുഡേ ആണെങ്കിൽ ഇന്ന്, അപ്പോൾ പ്രസന്റൻസ് ആണെന്നും യെസ്റ്റർഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആണെങ്കിലൊക്കെ പാസ്റ്റ് ടെൻസ് ആണെന്നും എനിക്ക് മനസ്സിലാവും. സോ ലാസ്റ്റ് ഇയർ ഇസ് മൈ ക്ലൂ വേർഡ്. ലാസ്റ്റ് ഇയർ തുടങ്ങി ലാസ്റ്റ് ഇയർ ഐ പേ ഹിം എ വിസിറ്റ്. തെറ്റാണ്. കാരണം ലാസ്റ്റ് ഇയർ ഐ പേ എന്ന് പറയൂല, പെയ്ഡ് ആണ് അവിടെ വരേണ്ടത് അല്ലെ. പേ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണെന്നും പെയ്ഡ് എന്ന് വന്നാലേ അവിടെ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്. നെക്സ്റ്റ് എന്താണ്? ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വാസ് വിത്ത് ഹിം. ഹൗ തിങ്സ് വാസ് വിത്ത് ഹിം എന്ന് പറയുമ്പോൾ തിങ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്, കുറെ എണ്ണുണ്ട്. എന്നാൽ തൊട്ടടുത്ത് വന്നിരിക്കുന്ന വാസ് എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണ്. അവിടെ ശരിക്കും വരേണ്ടത് എന്താണ്? വേറാണ്. കാരണം തിങ്സ് കുറെ ഉണ്ട്, പ്ലൂറൽ ആണ്. അതിന്റെ കൂടെ വരേണ്ട വേർബ് എന്ന് പറയുന്നത് വേറാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സിംഗുലർ ആവുന്ന വേർഡിന്റെ കൂടെ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വേർബ്സ് അല്ലേ ഉപയോഗിക്കുക. അപ്പൊ സിംഗുലർ ഓക്സിലറി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഈസ്, വാസ്, ഹാസ്, ഡസ് എന്നൊക്കെ ആൾക്കാർ അല്ലെ. ഇവരുടെ പ്ലൂറലാണ് നമുക്കറിയാം. ആറ്, വേറ്, അതുപോലെ തന്നെ ഹാവ്, അതുപോലെ ഡു ഒക്കെ. ഓക്കെ, ഇനി നമ്മൾ വേർബിലേക്ക് വരികയാണെങ്കിൽ പ്ലേസ് എന്ന് പറഞ്ഞാലാണ് സിംഗുലർ. അപ്പൊ നമ്മൾ പറയും ഹീ പ്ലേസ് എന്ന് പറയാം. എന്നാൽ ദേ പ്ലേ എന്നാ നമ്മൾ പറയാ, ദേ പ്ലേ എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ എന്തോ സിംഗുലറും പ്ലൂറലും. അവസാനം എസ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. എസ് വരുന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. ഇനി എസ് വന്നിട്ടില്ലെങ്കിൽ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം? എസ് ചേർത്ത് കൊടുക്കണം. ഹി ഗെറ്റ് അപ്പ് എന്നാണ് തെറ്റ്, ഹി ഗെറ്റ്സ് അപ്പ് എന്നാക്കണം. ഇതാണ് സംഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ? സീ ഹൗ തിങ്സ് വാസ് വിത്ത് ഹിം എന്നല്ല, വേർ വിത്ത് ഹിം എന്ന് നമ്മൾ ആക്കുക. ഓക്കെ, അടുത്തത് ഓൺ ഹിസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കോൾഡ് ഹിസ് എസ്റ്റേറ്റ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? യെസ് ഉണ്ട്. ഓൺ ഹിസ് ലെറ്റേഴ്സ് എന്ന് പറയാം ലെറ്ററിന്റെ മുകളിൽ നിന്നായി പോകും അല്ലെ. ലെറ്ററിന്റെ മുകളിലല്ലല്ലോ നമ്മൾ പറയാ. എന്താ പറയാ? ലെറ്ററിന്റെ അകത്ത് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ? ഇൻ ഹിസ് ലെറ്റേഴ്സ് എന്നാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയസ്കി ഇൻ ആഫ്റ്റർനൂൺ. തെറ്റാണ്. നമ്മൾ ഇൻ ആഫ്റ്റർനൂൺ എന്നല്ല പറയാ, ഇൻ മോർണിംഗ് എന്നല്ല പറയാ, ഇൻ ദ മോർണിംഗ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ഇൻ ദ ഈവനിങ് എന്നും ഇൻ ദ ആഫ്റ്റർനൂൺ എന്നാണ് പറയാ. അപ്പൊ അവിടെ ഒരു ദയുടെ കുറവുണ്ട്. സോ ഇൻ ദ. അങ്ങനെ 4 മിസ്റ്റേക്ക്. മാർക്ക് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും എത്ര മിസ്റ്റേക്സ് ഉണ്ടെന്ന്. ഇവിടെ 4 മാർക്കാണ്, 4 മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ പാസേജ് ഹാവ് ഗിവൺ. ഓക്കെ, എഡിറ്റിംഗ് ആണ് അവിടെ വരും. അപ്പൊ ഒന്നാമത് ഞാൻ പാസേജ് വായിച്ചു നോക്കി. ഇൻ ദ എൻഡ് ഓഫ് സൊസൈറ്റി വിൽ നീഡ് ടു ഗ്രോ അപ്പ്. Means growing up means understanding that there is no perfect answers. We haven't created a perfect society on the earth and one has one in cyberspace either എന്ന് പറയുന്ന സെൻസ് ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ക്ലൂ നോക്കി പോവാണ്. അപ്പോൾ എനിക്കറിയാം വേർബാണ് നോക്കേണ്ടത്. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ് ടു ഗ്രോ. അവർ സൊസൈറ്റി നീഡ് ടു ഗ്രോ എന്ന് പറയുന്നിടത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്? ആ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലേ സാറ് അല്ലെ. അവർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒന്നല്ലേ ഉള്ളൂ, ആ സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ കൂടെ നീഡ്സ് വരണം തീർച്ചയായിട്ടും അല്ലെ. അപ്പോൾ നീഡ്സ് ആണ് എന്റെ ആൻസർ. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഗ്രോയിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് there is no perfect answer. തെറ്റാണ്. there is no perfect answer എന്നല്ല, ഇവിടെ അവർ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പ്ലൂറൽ ആക്കണം. there are no perfect answers അല്ലെ. ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ, കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ആറാണ് വരിക, ഈസ് അല്ല വരിക.
അത് കഴിഞ്ഞാൽ വി ഹാവൻറ്റ് ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓൺ ദ എർത്ത് ആൻഡ് യെസ് വി ഹാവൻറ്റ് ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓഫ് എർത്ത് എന്നാണ് പറയുന്നത്. ഓഫ് എർത്ത് അല്ല, ഭൂമിയുടെ മുകളിൽ എന്ന അർത്ഥത്തിലാണ്. ഭൂമിയുടെ മുകളിൽ, ഓക്കെ, ഭൂമിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ എർത്ത് എന്നാണ് പറയാം. ഓക്കെ, അല്ലാതെ എന്തല്ല ഓഫ് എർത്ത് അല്ല. ഓഫ് എന്ന് പറഞ്ഞാൽ ഉടേ എന്നർത്ഥം. ഓക്കെ, ഭൂമിയുടെ. ഇത് ഗാന്ധിജിയുടെ പിക്ചറാണ്. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ഗാന്ധി. ഓഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥം. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഇത് ഭൂമിയിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല അത്തരമൊരു സൊസൈറ്റിയെ. ഓക്കെ, ആൻഡ് വോൺ ഹാസ്, തെറ്റാണ്. ആൻഡ് വോണ്ട് ഹാസ് വൺ ഇൻ സൈബർ സ്പേസ് ഐദർ എന്ന് പറയുന്നിടത്ത് നമ്മൾ വോണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് വോണ്ട് ഹാവ് എന്നാണ് വരേണ്ടത്. ഓക്കെ, വി ഹാവൻ ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓൺ എർത്ത് ആൻഡ് വോണ്ട് ഹാവ് വൺ ഇൻ സൈബർ സ്പേസ് ഐദർ എന്ന് പറയുന്നിടത്ത് നമ്മുടെ ആൻസർ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ കോൺകോഡ് എന്ന് പറയുന്ന ഒരു സാധനം കൃത്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നാണ് അതിന് പറയാം. എന്ന് വെച്ചാൽ സിംഗുലർ ആയിട്ടുള്ള നമ്മുടെ സബ്ജക്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഇരുന്ന വേർബും എന്താവണം, സിംഗുലർ ആവണം. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ആവണം. ഇതാണ് കോൺകോഡ് എന്ന് പറയുന്നത്. ടെൻസുമായി റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ടെൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ചില ഭാഗത്ത് പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് ചില ഭാഗത്ത് പ്രസന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്യണം, മാച്ച് ചെയ്തിട്ട് മാറ്റണം സെന്റൻസിനെ. മറ്റൊന്ന്, നമുക്ക് ഈ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറയുന്നതിന് പകരം അവർ ഇംഗ്ലീഷ് ഇസ് സ്പീക്ക് ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇസ് സ്പോക്കൺ എന്നാക്കണം. അപ്പോൾ അവിടെ പാസീവ് വോയിസിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ റിപ്പോർട്ട് സ്പീച്ചിൽ എൻ്റെ ടൈപ്പ് ഇതിൽ വരാം. ഫോർ എക്സാമ്പിൾ, റൊണാൾഡോ ടോൾഡ് ദേ വിൽ വിൻ ദ മാച്ച്. തെറ്റാണ്. റൊണാൾഡോ ടോൾഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് റിപ്പോർട്ട് സ്പീച്ച് ആണ്. റിപ്പോർട്ട് സ്പീച്ചിലെല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ മാറ്റും. അങ്ങനെയാകുമ്പോൾ റൊണാൾഡോ ടോൾഡ് ദാറ്റ് ദേ വുഡ് വിൻ ദ മാച്ച് എന്ന് ആവണം. അപ്പൊ അങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടൈപ്പിലാണെങ്കിലും അല്ലെ, അതുപോലെ തന്നെ വേർഡ് ഓർഡറിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, സബ്ജക്ട് വേർബ് ഒബ്ജക്ട് എന്നതിന് പകരം വേർബിൽ തുടങ്ങുന്ന സെന്റൻസുകളാക്കിയിട്ടൊക്കെ നമുക്ക് തെറ്റിച്ചിട്ട് തരും. നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 9ഓളം മിസ്റ്റേക്സിന്റെ ഒരു ഏരിയാസ് നമ്മൾ പഠിച്ചെടുക്കാനുണ്ട്. സോ ഇതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അതിലൊരു മാർക്ക് പോലും മിസ്സാവാതിരിക്കാനാണ് നമ്മുടെ ഈ 2 ദിവസങ്ങളിലെ ലൈവ് ഉള്ളത്. സോ ഇന്ന് 15-ാം തീയതി രാത്രി 7:30 7:15 നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു ഫൗണ്ടേഷൻ ആണ്. ആ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന ശേഷം നമ്മൾ നാളെ എന്ന് വെച്ചാൽ 16-ാം തീയതി നമ്മുടെ പരീക്ഷയുടെ തലേ ദിവസമായിട്ട് നമ്മൾ ഈ പറയുന്ന ഗ്രാമറും അതുപോലെ ഡിസ്കോഴ്സസും അതുപോലെ ചാപ്റ്റർ സമ്മറീസും ഒക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ മാരത്തോൺ, മെഗാ മാരത്തോൺ. സോ അതിലേക്ക് എല്ലാവരും വരിക. ഈ പറഞ്ഞ എഡിറ്റിങ്ങിലുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പഠിച്ചെടുക്കണം. സോ അടിപൊളിയായിരിക്കുക. നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് തന്നെ ലൈവൊക്കെ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു ദേർ.